മരുമകൾ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇറങ്ങാം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മീനാക്ഷി അവളുടെ അച്ഛനോടും അമ്മയോടും പറയാതെ പറഞ്ഞതാണത്. അതവർക്ക് വലിയൊരു അപമാനമായി തോന്നി. അല്ലെങ്കിലും ഞങ്ങളിവിടെ കയറി കിടക്കാൻ വന്നതൊന്നുമല്ല. നിന്റെ വിശേഷം അറിയാൻ വന്നതാ. ഇനി ഞങ്ങളായിട്ടൊന്നിനും ഇങ്ങോട്ട് വരുന്നുമില്ല. മീനാക്ഷിയുടെ അച്ഛനും അമ്മയും പോകാനിറങ്ങി. മാധവ് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഏട്ടൻ എപ്പോഴും പറയാറുള്ളതല്ലേ, നിനക്കിവിടെ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ഏട്ടൻ്റെ അരികിലേക്ക് തിരികെ വരണമെന്ന്. ഏട്ടൻ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വായിന്ന് വീണ സംസാരങ്ങൾ കേട്ടോ. അതൊന്നുകൊണ്ട് മാത്രമാണ് ഭ്രാന്ത് പിടിച്ചു പോകുന്ന അവസ്ഥയിൽ കൂടി കടന്നുപോയിട്ടും ഞാൻ ഈ വീട്ടിൽ കടിച്ചു നിന്നത്. പക്ഷെ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല ഏട്ടാ. ഇവരുടെ അടിമയായി ഇനിയുള്ള കാലം ജീവിച്ചു തീർക്കാൻ എനിക്ക് മനസ്സ് വരത്തില്ല. ഏട്ടൻ എന്തായാലും എന്നെ വീട്ടിലേക്ക് വിളിച്ചല്ലോ. ഉറപ്പായി ഞാൻ ഒരു ദിവസം വരാം. പക്ഷെ ഇപ്പോൾ വേണ്ട. ഞാൻ എന്തായാലും ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് മടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് മോളെ ഏറ്റവും നല്ല തീരുമാനം. നിന്റെ കൂടെ എന്തിനും ഏതിനും ഈ ഏട്ടനുണ്ട്. അതും പറഞ്ഞ് മാധവും ലക്ഷ്മിയും പോയതോടെ മീനാക്ഷി ആ ഉമ്മറപ്പടിയെ തനിച്ചായി. ശ്രീജിത്തിൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന നിമിഷം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ ഒരു തിരശ്ശീലയിൽ എന്നതുപോലെ കടന്നുപോയി. സന്തോഷവും സമാധാനവും സ്നേഹവും ഒന്നുമില്ലാതെ എന്നും എല്ലാ കാലത്തും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലും മാത്രം സമ്മാനിച്ച ഒരു വീട്. മധുരമുള്ള യാതൊരു ഓർമ്മകളും സമ്മാനിക്കാതെ 2 വർഷക്കാലത്തെ കൈപ്പേറിയ ജീവിതം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ശോഭനയും സിദ്ധാർത്ഥും ശ്രീനിധിയും ശ്രീജിത്തും മീനാക്ഷിയും മാത്രം അവശേഷിച്ചു. അവിടെ നിന്ന് ആരെയും നോക്കാതെ മീനാക്ഷി റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾക്ക് പിന്നാലെ ശ്രീജിത്തും റൂമിലേക്ക് വന്നു. ഓ, പെൺകോന്തൻ അവളുടെ പിന്നാലെ പോകുന്ന പോക്കോണ്ടില്ലേ അടി മേടിച്ചു കൂട്ടി. ശ്രീജിത്ത് മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ ശോഭന താഴ്ന്നു പറയുന്നവൻ കേട്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ നേരെ റൂം ലക്ഷ്യമാക്കി നടന്നു. അതേസമയം ഒരു ബാഗെടുത്ത് അതിലേക്ക് മീനാക്ഷിയുടെ തുണികളെല്ലാം അടുക്കി വെക്കുകയാണ് അവൾ. മീനു, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. ഇനി അതിൽ യാതൊരു മാറ്റവുമില്ല. എന്തിനാ മീനു എപ്പോഴും ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മയും ശ്രീമോളും ഒക്കെ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് ഇനിയും ഇവിടെ എൻ്റെ ഭാര്യയെ തുടരാം. ആ ഓഫർ എനിക്ക് വേണ്ട. തൽക്കാലം നിങ്ങളുടെ ഔദാര്യവും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല. ആ മേശപ്പുറത്ത് ഞാനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. വായിച്ച് നോക്കിയിട്ട് അതിലൊന്ന് ഒപ്പിട്ട് തരണം. നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുകൊണ്ട് വേണം എനിക്ക് ഈ വീടിൻ്റെ പടിയിറങ്ങാൻ. ശ്രീജിത്ത് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ ഒരു വെള്ള പേപ്പറും ഒരു പേനയും ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ എഴുതിക്കൂട്ടിയ അക്ഷരങ്ങളിലൂടെ അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു ഡിവോഴ്സ് പെറ്റീഷനാണെന്ന് അവന് മനസ്സിലായി. അവൻ പേപ്പറിലെ ഓരോ കാര്യങ്ങളും വായിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ മീനാക്ഷിയാണ് തേടിപ്പോയതെങ്കിലും അവളാണെങ്കിൽ ചുറ്റുമുള്ള യാതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എല്ലാം പെട്ടിയിലേക്ക് എടുത്തു വെച്ച് ഈ വീടിൻ്റെ പടി ഇറങ്ങണം എന്ന ചിന്തയോടെയാണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിലെല്ലാം അല്പം സ്പീഡ് കൂടുതലായിരുന്നു അവൾക്ക്. ഏറെ നേരം കഴിഞ്ഞിട്ടും ശ്രീജിത്ത് പേപ്പർ ഒപ്പുവയ്ക്കാതെ നിൽക്കുന്നത് കാണെ മീനു അവൻ്റെ അടുത്തേക്ക് ചെന്നു. വായിച്ചു നോക്കിയോ കാര്യങ്ങളെല്ലാം? അനാവശ്യമായി യാതൊന്നും ഞാനിതിൽ എഴുതി ചേർത്തിട്ടില്ല. മാത്രമല്ല ജീവനാംശം, നഷ്ടപരിഹാരം അങ്ങനെ യാതൊന്നും എനിക്ക് വേണ്ട. എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ മാത്രം മതി. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഇപ്പോഴത്തെ ചോരത്തിളപ്പിൽ ഓരോരോ തീരുമാനം എടുത്തിട്ട് പിന്നീട് നീ തന്നെ എൻ്റെ അരികിലേക്ക് വരും. എന്തിനു വരണം ഞാൻ നിങ്ങളുടെ അരികിലേക്ക്? നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഒന്നും വേണ്ട. എനിക്ക് വേണ്ടി ഒരാളോട് സംസാരിക്കാനെങ്കിലും നിങ്ങൾ മുതിർന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
അങ്ങനൊരാളെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറ്റബോധവും വരാൻ പോകുന്നില്ല. ഇനിയൊരു ജന്മം ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ എന്നൊരധ്യായം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി നിങ്ങളെ മറന്നു കളയണമെന്നാണ് എൻ്റെ മനസ്സിൽ. ഇത്രയും നാൾ ശ്രീജിത്തിനോട് ഉള്ളിൽ കണക്ക് കൂട്ടി വെച്ച വെറുപ്പും പകയും വിദ്വേഷവും എല്ലാം ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർത്തു മീനാക്ഷി. ശ്രീജിത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു മീനാക്ഷിയുടെ സംസാരം കേട്ടിട്ട്. ആ വാശിയിൽ തന്നെ അവൻ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെച്ചു. ആ നേരം കൊണ്ട് മീനാക്ഷി അവളുടെ സാധനങ്ങളെല്ലാം 2-3 പെട്ടികളിലാക്കി എടുത്തു. പെട്ടികളുമായി അവൾ താഴേക്ക് പോയി യൂബർ ബുക്ക് ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണവൾ. ഉമ്മർത്ത് തന്നെ സിദ്ധാർത്ഥുണ്ട്. പക്ഷെ ഒന്നും തന്നെ മിണ്ടിയില്ല അയാൾ. അത് പണ്ടും അങ്ങനെയായിരുന്നു. അച്ഛനൊന്നും മിണ്ടാറില്ല. അമ്മയും മകളും മോനും ചേർന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മോശമാണെന്ന് തോന്നിയാൽ പോലും യാതൊരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇരിക്കും. മീനാക്ഷി വിളിച്ച വണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് ശ്രീജിത്ത് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു. കഴുത്തിൽ കിടന്ന കനമുള്ളിയൊരു താലിമാലയും കയ്യിൽ കിടന്ന വിവാഹമോതിരവും അവൻ്റെ കയ്യിൽ തന്നെ തിരികെ നൽകി മീനാക്ഷി. നന്ദിയുണ്ട് ഇങ്ങനെയും വൃത്തികെട്ട മനുഷ്യർ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കി തന്നതിന്. ഈ സമയം തന്നെയായിരുന്നു ശോഭനയും ശ്രീനിധി അവിടേക്ക് വന്നത്. അവർ കൃത്യമായി കേൾക്കുകയും ചെയ്തു. ആ, വന്നല്ലോ അമ്മയും മോളും. എൻ്റെ കയ്യിലുള്ള തെളിവ് സഹിതം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോലീസുകാർ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശോഭനയ്ക്ക് പേടിയായി. ശ്രീനിധി ശോഭനയുടെ കയ്യിൽ അള്ളിപ്പിടിച്ചു. ശോഭന ശ്രീജിത്തിനെ തഞ്ചത്തിൽ അടുത്തേക്ക് വിളിപ്പിച്ചു. എടാ, നീ പറയടാ അവളോട് ആ കേസ് പിൻവലിക്കാൻ. രഹസ്യം പോലെയാണ് ശോഭന പറഞ്ഞതെങ്കിലും മീനാക്ഷി വ്യക്തമായി അത് കേട്ടിരുന്നു. അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. വണ്ടി വന്നതും അവളുടെ പെട്ടികളെല്ലാം എടുത്ത് അതിലേക്ക് വെച്ച് മീനാക്ഷി ഹോസ്റ്റലിലേക്ക് യാത്ര തിരിച്ചു. അവളുടെ അധരങ്ങളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരുന്നെത്തി. ചുറ്റും വീശുന്ന കാറ്റിന് പോലും ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ അവൾക്ക് തോന്നി. അത്രയും നാൾ ആരൊക്കെയോ തീർത്ത ചട്ടക്കൂടിനുള്ളിൽ ആരെയൊക്കെയോ പേടിച്ച് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച നിമിഷങ്ങൾ അവൾ മറന്നുകളയാൻ തന്നെ തീരുമാനിച്ചു. ഹോസ്റ്റലിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് കയറി സാധനങ്ങളെല്ലാം അരമലയിലടച്ച് കട്ടിലേക്കൊന്ന് നീണ്ടു കിടന്നപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കാരണം ദിവസങ്ങളേറെയായിരുന്നു അവൾ സമാധാനമായി ഒന്ന് ഉറങ്ങിയിട്ട്. ഇതിനോടകം തന്നെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നു അവൾ അവരുടെ ഭർത്താവിൻ്റെ വീട് വിട്ടു പോയതും ശ്രീജിത്തിനെ കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെപ്പിച്ചതുമെല്ലാം. മകളാണെങ്കിൽ പോലും അവർക്ക് അവളോട് വെറുപ്പ് തോന്നി. കാരണം അവർ മുറുക്കെ പിടിച്ച വിശ്വാസങ്ങൾ മറ്റൊന്നായിരുന്നു. അവരുടെ കണക്ക് പ്രകാരം ഭർത്താവ് എത്ര വൃത്തികെട്ടവനാണെങ്കിൽ നമ്മൾ അയാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവനും അയാളുടെ കൂടെ ഒന്നിച്ച് ജീവിച്ച് തീർക്കണം. അതിനൊക്കെ സാധിക്കുന്നവരുണ്ടാവാം. പക്ഷെ മീനാക്ഷിയെ കൊണ്ട് എന്തായാലും അതിന് കഴിയില്ലായിരുന്നു. വലിയ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലാതെ മീനാക്ഷിയുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഇതിനോടകം തന്നെ അവൾ പഠിപ്പിക്കുന്ന കോളേജിലെ എല്ലാവരും അറിഞ്ഞിരുന്നു അവരുടെ ഡിവോഴ്സ് ചെയ്യാനിടയായ സാഹചര്യങ്ങളെല്ലാം. എല്ലാം അറിഞ്ഞപ്പോൾ അവൾ എങ്ങനെ 2 വർഷക്കാലം ആ വീട്ടിൽ ജീവിച്ചു എന്നാണ് ഓരോരുത്തരും അവളോട് ചോദിച്ചത്. അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എല്ലാവരും അവളെ അനുകൂലിച്ചതേ ഉള്ളൂ അവളുടെ തീരുമാനത്തിൽ. ശ്രീജിത്തുമായി മീനാക്ഷി ബന്ധം പിരിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഡിവോഴ്സ് കയ്യിൽ കിട്ടി 6 മാസം ആയപ്പോൾ തന്നെ ശ്രീജിത്ത് മറ്റൊരു വിവാഹം കഴിച്ചു. അത് ശ്രീനിധിയുടെ ഉറ്റ കൂട്ടുകാരി ശ്രുതിയായിരുന്നു. ശ്രുതി, മോളെ എണീക്കുന്നില്ലേ? തുറന്നു കിടന്ന റൂമിൻ്റെ വാതിലിലൂടെ അകത്തേക്ക് വന്നുകൊണ്ട് ശോഭനയാണത് ചോദിച്ചത്. സമയം 7 മണിയോടടുത്തു. ശ്രീജിത്ത് ഓഫീസിലേക്ക് പോകാനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പഴയതുപോലല്ല, വീട്ടിൽ പുതിയൊരു ജോലിക്കാരിയെ വെച്ചിട്ടുണ്ട്. മീനാക്ഷിയെ പോലെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കില്ല ശ്രുതി. അതുമാത്രമല്ല, വെച്ചുണ്ടാക്കുന്നതൊന്നും വായിൽ വെക്കാൻ കൊള്ളുകയില്ല. ശോഭനയുടെ ആ വരവും വിളിയും സംസാരവുമൊക്കെ ശ്രുതിക്ക് അസഹ്യമായി തോന്നി. കാര്യം ശ്രുതിക്ക് ജോലിയൊന്നുമില്ല, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുമില്ല. പഠിപ്പുണ്ട്,
പക്ഷെ അവൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. വെറുതെ വീട്ടിൽ ഉണ്ടു ഉറങ്ങിയും അങ്ങനെ കഴിച്ചുകൂട്ടും. ശ്രീജിത്ത്, നിങ്ങളുടെ അമ്മയ്ക്ക് തീരെ മാനേഴ്സില്ലേ? ഇങ്ങനെയാണോ വിവാഹം കഴിഞ്ഞ മകൻ്റെ റൂമിലേക്ക് വരുന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് ശ്രുതി അത് പറഞ്ഞത്. അവളുടെ സംസാരത്തിൽ അടി കൊണ്ടതുപോലെ നിന്നുപോയി ശോഭന. തുടരും.